ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെ ഞാൻ ചേർന്ന് സഹായം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് സൗദി അറേബ്യയിൽ നിന്നും റേച്ചൽസസ് ആണ്. താൻ പ്രാരംഭത്തിൽ തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. തനിക്ക് അവിടുത്തെ കോൺട്രാക്റ്റ് വീണ്ടും റിന്യൂ ചെയ്ത് കിട്ടിയതിനായിട്ട്. അത് റിന്യൂ ചെയ്യാൻ ഒരു സാധ്യതയില്ലെന്ന് പറഞ്ഞതാണ്. പക്ഷെ പ്രാർത്ഥനയാൽ ദൈവം അത്ഭുതം ചെയ്തു. തനിക്ക് ആ കോൺട്രാക്ട് റിന്യൂ ചെയ്തതിനായിട്ട് പ്രത്യേകമായി ദൈവത്തിന് നന്ദി പറയുന്നു. അതേപോലെ തന്നെ പ്രാർത്ഥന വിഷയം, തൻ്റെ 2 മക്കളുടെയും ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടണം. പ്രത്യേകിച്ച് മൂത്ത മകന് അവന് ലഭിക്കേണ്ട ആ സബ്ജക്റ്റുകളെല്ലാം ലഭിക്കുകയും അവനെ കർത്താവ് അനുഗ്രഹത്തിലേക്ക് നടത്തുകയും ചെയ്യേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ ഇളയ മകൻ്റെ പഠനത്തിൽ അവൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ദൈവകൃപ അവന് വെളിപ്പെടേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. ഈ സഹോദരിയെ നമുക്ക് കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിലയിലും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തെ ഭർത്താവിനെയൊക്കെ കർത്താവിൻ്റെ കാര്യത്തിൽ ഏൽപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് ഈ സൗകര്യം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആ കോൺട്രാക്ട് റിന്യൂ ചെയ്തതിനായി പ്രാർത്ഥനയിൽ ഇന്നും ദൈവം പ്രവർത്തിക്കുകയാണ്. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് കൊടുത്ത വിടുതലായി നന്ദി, അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി. അങ്ങനെ ഉണ്ടെങ്കിൽ കർത്താവെ, പ്രിയ സിസ്റ്ററിനെ കർത്താവ് വീണ്ടും അനുഗ്രഹത്തോടെ നടത്തണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ കർത്താവെ 2 മക്കളെയും അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് മൂത്ത മകന് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പേപ്പറുകളിൽ ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവെ പൂർണ്ണമായി ഏൽപ്പിക്കുകയാണ്. വലിയ ദൈവപ്രവൃത്തി സംഭവിച്ചതിനായി നന്ദി, ദൈവകൃപ വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ അടയാളം, വലിയൊരു ദൈവപ്രവൃത്തി സ്വർഗം ചെയ്തിരിക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല പ്രിയരെ, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്നത്. ആ നിലയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ വ്യക്തമായി വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. നാം പ്രാർത്ഥനയിൽ എപ്പോഴും ഓർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു പദമാണ്, നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വചനത്തിന് നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിന് എത്രത്തോളം ശക്തിയുണ്ടോ അത്രത്തോളം ശക്തി ദൈവവചനത്തിനുണ്ട്. കാരണം ദൈവത്തിൻ്റെ വചനം ദൈവമായിരുന്നതാണ് നമ്മെ ഓർപ്പിക്കുന്നത്. ആ നിലകളിൽ നിങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. അയക്കപ്പെടുന്ന വചനത്തിൻ്റെ പ്രത്യേകത സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. ഇതാ നിൻ്റെ ജീവിതത്തിനകത്ത് നിൻ്റെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും നിന്നെ സൗഖ്യമാക്കുകയും ചെയ്യുന്നതാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വചനവും പരിശുദ്ധാത്മാവും ഒരേ നിലയിൽ സമ്മേളിച്ചാൽ അവിടെ സൃഷ്ടിപ്പുകൾ സംഭവിക്കും. ആഴം ഒന്നുകൂടെ ഒന്ന് ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2-ാമത്തെ വാക്യം എഴുതിയിരിക്കുകയാണ്, ഭൂമി പാഴും ശൂന്യവും ആഴത്തിനു മീതെ ഇരുളുമായിരുന്നു, എന്നാൽ വെള്ളത്തിനു മേളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. എന്നെ കേൾക്കുന്നവരെ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനൊന്ന് ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, വെള്ളത്തിനു മേളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ആഴമായി വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, സൃഷ്ടിപ്പുകളെ കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം ഇന്നിതിനകത്ത് സംഭവിക്കുകയാണ്. ആഴം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ഒരു വീട് പണിയാനായിട്ട് ഒരാൾ ആഗ്രഹിച്ചാൽ ആദ്യം അദ്ദേഹം ചെയ്യുന്നത് അവിടെ കിണർ കുത്തുകയോ അല്ലെങ്കിൽ വെള്ളത്തിനുള്ള മാർഗമാണ് സജ്ജീകരിക്കുന്നത്. ഇതേപോലെ ഒരു കമ്പനിയോ എന്ത് കാര്യങ്ങളുടെയും ഏത് സ്ഥാപനങ്ങളുടെയും ആരംഭം അവർ വെള്ളമുള്ള സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ വെള്ളമായിരിക്കും ആദ്യം അവർ പ്രാധാന്യമായി കാണുന്നത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എല്ലാം നഷ്ടപ്പെട്ടവരായിരിക്കാം, നിങ്ങൾ ജീവിതത്തിന് ഈ മുമ്പോട്ടൊരു വഴിയില്ലെന്ന് പറയുന്നവരായിരിക്കാം. പക്ഷേ ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ നദി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്ക്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ചലനം നിങ്ങളുടെ മുന്നിൽ സംഭവിക്കാൻ തുടങ്ങിയാൽ ഞാൻ വിളിച്ചു പറയുന്നു, അവിടെ അത്ഭുതങ്ങളുടെ ആരംഭം സംഭവിക്കും. അവിടെ വ്യക്തമായ വിടുതലുകൾ സംഭവിക്കും. യോബ് പറയുന്നു, വെള്ളത്തിൻ്റെ ഗന്ധം വെളിപ്പെട്ടാൽ അവിടെ വീണ്ടും പൊട്ടിക്കിളിർപ്പുകൾ സംഭവിക്കും, തളർവിടുന്ന
ഒഴുകുന്നത് കാണാൻ പറ്റും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ഇതാ നിന്റെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ നദി ഇതാ ഒഴുകുകയാണ്. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത ഒരു ഒഴുക്ക് ഇതാ സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നെ കാണുന്ന ചിലവരും മേലേക്ക് ഇപ്പോൾ തുറന്നു വരികയാണ്. നിന്റെ ജീവിതത്തിനകത്ത് എവിടെയൊക്കെയോ നിന്നെ ഒതുക്കിയ മേഖലയിലുള്ള ഇതാ പരിശുദ്ധാത്മാവിൻ്റെ ചലനം നിന്നെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ച ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്, ആഴത്തിനും ഇത് ഇരുളായിരുന്നു, എന്നാൽ വെള്ളത്തിന് മേളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. ആ പരിവർത്തനത്തിൽ അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് പിതാവായി ദൈവം വിളിച്ചു പറഞ്ഞു. ഒന്നാമത്തെ സൃഷ്ടിപ്പ് വെളിച്ചമാണ്. സൂര്യനെയും ചന്ദ്രനെയും ഉണ്ടാക്കുന്നതിന് മുമ്പേ ഭൂമിയിൽ പിതാവിൻ്റെ വെളിച്ചം വെളിപ്പെട്ടു. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ആഴമായി വിളിച്ചു പറയുന്നു, ഈ സൂര്യൻ്റെ കീഴിൽ, ഈ ഭൂമിയുടെ കീഴിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ആത്മാവിൽ സ്വീകരിച്ചോ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് സൂര്യനോ ചന്ദ്രനോ നിങ്ങളെ കരയിപ്പിച്ച് എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ തിരിച്ചു പിടിക്കാൻ ദൈവത്തിൻ്റെ വെളിച്ചത്തിന് കഴിയും. ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, സൂര്യനെ ഉണ്ടാക്കിയ ദൈവമാണെങ്കിൽ അതിൻ്റെ കീഴിൽ നഷ്ടങ്ങൾ മാത്രമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അറിയാം, നീതി സൂര്യനായവൻ 10,000 സൂര്യനെ വെല്ലുവിളിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതാ നിന്റെ വെളിയിൽ വെളിപ്പെട്ട് വരുന്നു. സൃഷ്ടിപ്പിൻ്റെ ഒരു സമയമായി ഇതിപ്പോൾ തീരുകയാണല്ലോ. ദൈവപ്രവൃത്തിയുടെ സമയമായി ഇതിപ്പോൾ തീരുന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അങ്ങനെ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും ഈ വചനത്തിൻ്റെ ആഴം ഒന്നുകൂടെ ഒന്ന് തിരിച്ചറിഞ്ഞോ. 119 സങ്കീർത്തനം 105 വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. വിശ്വാസത്തിൽ സ്വീകരിക്ക്. ഇതാ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേലിൽ ഇപ്പോൾ നിഴലിടുകയാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവശബ്ദം ഇതാ ദൂതൻ മറുപടി പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേലിൽ വരും. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേലിൽ നിഴലിടുമ്പോൾ ലോകത്തിന് വിശ്വസിക്കാൻ പറ്റാത്ത സൃഷ്ടിപ്പിത നിന്നിൽ ജനിക്കുകയാണ്. ആഴമായി വചനം ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില ജനനങ്ങൾ സംഭവിക്കുകയാണ്, ചില വിടുതലുകൾ സംഭവിക്കുകയാണ്, ചില ആരംഭങ്ങൾ ഉണ്ടാകുകയാണ്, ചില ഉത്ഭവങ്ങൾ സംഭവിക്കുന്നു. നിന്നെ കൊണ്ട് ദൈവം എന്തോ വലിയ പദ്ധതിയുമായി ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ നോക്കി ഞാൻ വിളിച്ചു പറയും, നിങ്ങൾ തീരാൻ പോവുകയല്ല. നിങ്ങളൊരു ഭയങ്കര അത്ഭുതമാകാൻ പോവുകയാണ്. നിങ്ങളൊരു വലിയ അതിശയമാകാൻ പോവുകയാണ്. നിങ്ങളൊരു വലിയ ദൈവപ്രവൃത്തിയായി മാറാൻ പോകുകയാണ്. വിശ്വസിച്ചുകൊണ്ട് അതിനെ സ്വീകരിക്കുക. വലിയ ദൈവപ്രവൃത്തികൾ സംഭവിക്കുന്നു. ഒന്നുകൂടെ ഞാൻ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ യേശു കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുള്ളതാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനം നിങ്ങളിലേക്ക് അയക്കപ്പെടുമ്പോൾ നിങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇതാ ചലിക്കുകയാണ്. ഒരു കൈമാറ്റം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്നിലേക്ക് കൈമാറുന്ന അവൻ്റെ വചനത്തിൻ്റെ ശക്തി, അവൻ്റെ ശബ്ദം നിന്നിൽ ചിലതിനെ തുറന്നു വിടുകയാണ്. ഒന്നുകൂടെ ഒരാടും ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, യേശുവിൻ്റെ ശബ്ദത്തിനകത്ത് പത്രോസിൻ്റെ പടക് നിറഞ്ഞെങ്കിൽ, യേശുവിൻ്റെ ശബ്ദത്തിനകത്ത് കടലും കാറ്റും അടങ്ങിയെങ്കിൽ, യേശുവിൻ്റെ ശബ്ദത്തിൽ കനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞായെങ്കിൽ, നിങ്ങൾ വിശ്വസിക്ക് ഈ വചനത്തിന് ജീവനുണ്ട്. ഈ വചനത്തിനകത്ത് ആത്മാവിൻ്റെ കൈമാറ്റം നടക്കുകയാണ്. ആഴമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. കൈമാറ്റങ്ങൾ സംഭവിക്കട്ടെ, ദൈവപ്രവൃത്തികൾ സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ കരം ഇതാ നിന്റെ വെളിയിലേക്ക് വെളിപ്പെട്ട് വരികയാണ്. അത്ഭുതകരമായ ചില വിടുതലുകൾ ഇപ്പോൾ നിങ്ങൾ പ്രാപിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്നു. ഒന്നുകൂടെ വിശ്വസിക്കുന്നതിലൂടെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന സ്വീകരിക്കണമേ. ഇതാ ദൈവവചനത്തിൻ്റെ ശബ്ദം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ അത്ഭുതങ്ങളെ കൊണ്ടുവരാൻ പോവുകയാണ്, അതിശയങ്ങളെ കൊണ്ടുവരാൻ പോവുകയാണ്. ആഴം ശ്രദ്ധിച്ചു നോക്കിയ 119 സങ്കീർത്തനം അതിൻ്റെ 130 വാക്യം പറയുന്നു, നിന്റെ വചനത്തിൻ്റെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കും. അങ്ങനെ ഈ വചനത്തിനകത്ത് നിന്നൊന്ന് ഏകാഗ്രപ്പെടുമ്പോൾ, ഒരു നല്ല ഇരിപ്പിടം ഉറപ്പാക്കി ഈ വചന സന്ദേശം വിടുതലോടുകൂടെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, നിങ്ങളോട് ഞാൻ ആത്മാവിൽ ഇന്നത്തെ ചിന്തയുടെ കൈമാറ്റം പറയുകയാണ്. നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ദൈവം, സകലതും മടക്കി തരാൻ ദൈവത്തിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പറയുന്നത് സ്വീകരിച്ചോ. നയിലിലെ വിധവയെ നിങ്ങളൊന്ന് നോക്കി. നയിലിലെ വിധവ അലിയ തനിക്കുള്ള ഏകജാതനും കൂടെ മരിച്ചു. ഇനി ജീവിതത്തിന് ഒരർത്ഥമില്ലാതെ അവൾ നിലവിളിച്ചുകൊണ്ട് ഇതാ മുമ്പോട്ട് ആ ശവമഞ്ചവും ചുമന്ന് ആ പട്ടണക്കാരനോട് കൂടെ വരുമ്പോൾ, അവളെ ആശ്വസിപ്പിക്കാൻ ആ പട്ടണത്തിൽ ഒരാളുമില്ല, അവളെ സഹായിക്കാൻ ആ പട്ടണത്തിൽ ഒരാളുമില്ല. പക്ഷെ ഞാൻ വചനത്തിൽ നിന്ന് പ്രവചിക്കുകയാണ്, അവളുടെ ജീവിതത്തിനകത്തൊരു ഭയങ്കര അത്ഭുതം ചെയ്യാൻ എൻ്റെ യേശുവിന് കഴിയുമെങ്കിൽ, അവളുടെ നഷ്ടപ്പെട്ടു പോയ ജീവിതം ഇനി ഒരു മറുപടിയില്ല, ഇനി ജീവിതത്തിലൊരു അർത്ഥമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവളുടെ നിലവിളിയെ കണ്ട യേശു മനസ്സലിഞ്ഞ് അവളോട് അടുത്ത് ചെന്നിട്ട്, സ്ത്രീയെ ഇനി നീ കരയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ഏറ്റവും വലിയ പ്രയാസമായ, ഏറ്റവും വലിയ ഭാരമായ ആ മകൻ്റെ ശവമഞ്ചത്തെ യേശു തൊടുക.
വിടുകയാണ്. നഷ്ടപ്പെട്ടു പോയ ജീവനെ യേശു മടക്കി കൊടുക്കുന്നു. ആ മകനെ തിരിച്ചേൽപ്പിക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ആരംഭത്തിൽ പ്രവചന ശബ്ദം കേട്ടുകൊള്ളുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സഡനായി ചിലത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. സഡനായി ചിലത് എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. സഡനായി ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ അതൊന്ന് സ്വീകരിച്ചോ. സഡനായി ചില അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ ഈ ജനത്തെ നോക്കി പ്രവചിക്കുന്നു. അത്ഭുതകരമായ ഒരു വിടുതൽ ഈ ജനത്തിൻ്റെ മുകളിലേക്ക് കൈമാറുകയാണ്. ഞാൻ ആഴമായിട്ട് യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് വരാം. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. എന്നെ കേൾക്കുന്നവർ ഈ വചനത്തിനകത്ത് വിശ്വാസത്തോടെ സ്വീകരിക്കുക. നമ്മുടെ ദൈവം ആദ്യം മാത്രമല്ല, അവൻ അന്ത്യനും കൂടെയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ അവൻ്റെ തുടക്കം മാത്രമല്ല, അവൻ ഒടുക്കം കൂടെയാണ്. എവിടെയോ ജീവിതത്തിനകത്ത് വഴിമുട്ടി നിൽക്കുന്ന ചിലരെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, നീ കാണാത്തത് ഈ മണിക്കൂറിൽ തുറന്നു വരാൻ പോവുകയാണ്. കാരണം നിന്റെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങൾക്ക് പകരം നൽകാമെന്ന് പറഞ്ഞവൻ ഇതാ ഈ വചനത്തിലൂടെ നിന്റെ മുമ്പിലേക്ക് വെളിപ്പെട്ട് വരികയാണ്. വചനം ദൈവമാകിയാൽ ആത്മാവിൽ സ്വീകരിച്ചോ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്തത് എന്തോന്ന് തുറക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ട അനുഭവങ്ങളിൽ നിന്ന് ഞാനൊരു പദം ചിലവരെ നോക്കി പ്രവചനാത്മാവിൽ വിളിച്ചു പറയുകയാണ്. കണ്ണുനീരോടെ വിതച്ചവൻ ആർപ്പോടെ കൊയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ കണ്ണുനീരിൻ്റെ സീസൺ മാറുക. നിന്റെ മേളിൽ ഒരു കൊയ്ത്തിൻ്റെ സീസൺ ആരംഭിക്കുന്നു. നിന്റെ മേളിൽ ഒരു എഴുന്നേൽപ്പിൻ്റെ സീസൺ ആരംഭിക്കുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായത് എന്തോ ഒരു വലിയ ദൈവപ്രവൃത്തി ഇതാ ദൈവം ചെയ്യാൻ പോവുകയാണ്. ആഴമായിട്ട് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ മിനിറ്റിൽ പ്രതികരിച്ചാട്ടെ. പ്രതികരിക്കുന്നതിന് വേണ്ടി യേശു നിന്നു എങ്കിൽ ഇന്നു മുതൽ നിന്റെ അവസ്ഥ മാറാൻ പോവുകയാണ്. ഇന്നു മുതൽ നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വാക്യത്തിന്റെ പ്രത്യേകത നഷ്ടപ്പെട്ട സംവത്സരങ്ങൾക്ക് പകരം നൽകാൻ പോവുകയാണ്. ആഴമായി ഇന്നലകളിൽ നഷ്ടപ്പെട്ടതിന് നോക്കി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചിലരെ നോക്കി വിളിച്ചു പറയുകയാണ്, സന്തോഷത്തിൻ്റെ നാളുകൾ ഇതാ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി കരം പിടിക്കുകയാണ്, നിന്നെ കരം പിടിക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ എഫേസ്യ ലേഖനം 3-ാം അധ്യായം പറയുന്നു, എന്നാൽ നാം ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയുന്നത്. ചോദിച്ചതോ നനച്ചതോ അല്ല കേട്ടോ, അതിലും അത്യന്തപരമായി നിനക്ക് വേണ്ടി ഈ മണിക്കൂറുകൾ ദൈവം എന്തോ ചെയ്യാൻ പോവുകയാണ്. നിന്റെ വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവത്തിൻ്റെ കരം അങ്ങയുടെ മക്കളുടെ മേളിൽ വെളിപ്പെട്ട് വരികയാണ്. ഞാനത് ആഴമായി വിശ്വസിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഈ ജനത്തെ നോക്കി പ്രവചിക്കുന്നു, ഇന്നു മുതൽ നീ ചിലത് നന്മ കാണാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് ഇപ്പോൾ അത് പ്രതികരിച്ചുകൊണ്ട് അത് സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിച്ചോ. ദൈവവചനത്തിന് സൃഷ്ടിക്കാൻ കഴിയും, ദൈവവചനത്തിന് ചിലതിനെ ഉളവാക്കാൻ കഴിയുമെന്ന്, ദൈവശബ്ദത്തിന് മുന്നിൽ ചിലതിനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ആഴമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലത് വെളിപ്പെട്ട് വരികയാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഈ വചനത്തിൻ്റെ ഒരു തിരിവ് ഞാൻ നിങ്ങളുമായി ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടതിനകത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം ശ്രദ്ധിച്ചാൽ 32 വാക്യങ്ങളാണുള്ളത്. ഈ 32 വാക്യങ്ങളിൽ 3 ഉപമകളാണ് കർത്താവ് പറയുന്നത്. 3 ഉപമകളിൽ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചോ. ആദ്യത്തത് 100 ആടുള്ളതിൽ 1 നഷ്ടമായി, രണ്ടാമത് 10 ധർമ്മയുള്ളതിൽ 1 നഷ്ടമായി, മൂന്നാമത് 2 മക്കളുള്ളതിൽ ഇളയ മകൻ നഷ്ടമായി. ആഴമായി ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചോ. ഈ 3 ഉപമകളും നഷ്ടങ്ങളുടെ ഉപമകളാണ് തുടങ്ങുന്നതെങ്കിൽ ആ നഷ്ടപ്പെട്ടതിനെ മടക്കി കൊടുക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. ആ മടക്കി കൊടുക്കുന്ന സമയത്ത് അവിടെ ആനന്ദവും സന്തോഷവും വെളിപ്പെട്ട് വരികയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലവരെ ഞാൻ നോക്കി ആത്മാവിൽ പറയുന്നു, നിന്റെ ജീവിതത്തിനകത്ത് സന്തോഷത്തിൻ്റെ സമയം തുറന്നു വരാൻ പോകുന്നു, ആനന്ദത്തിൻ്റെ സമയം തുറന്നു വരാൻ പോകുന്നു. കാരണം എനിക്ക് വേണ്ടി ദൈവം വൻ കാര്യങ്ങൾ ചെയ്തെന്ന് പറയാൻ, എനിക്ക് വേണ്ടി ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്തെന്ന് പറയാൻ തക്കവണ്ണം ഇപ്പോൾ ചിലവരെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചിലവരെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലവരുടെ ജീവിതത്തിനകത്ത് അസാധാരണമായത് എന്തോ ഒന്ന് ഇപ്പോൾ ചലിക്കുന്നത് എനിക്ക് കാണാം. ദൈവപ്രവൃത്തി ചലിക്കുകയാണ്. ആഴമായി സ്വീകരിക്കുക. ഈ 32 വരെയുള്ള വാക്യങ്ങളിൽ 1-2 ആഴങ്ങളൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേഗത്തിൽ അടുത്ത ആ അനുഭവത്തിലേക്ക് വരാം. ഒരുമിച്ച് ഈ 15-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ആദ്യത്തെ ഉപമയാണ്. നഷ്ടപ്പെട്ട ആടിനെ തിരിച്ചു കണ്ടെത്തുകയാണ്, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കുകയാണ്. എൻ്റെ അനുഭവത്തിൽ നഷ്ടപ്പെട്ടത് കുഴിയിലോ കുരുക്കിലോ ആണോ എന്നറിയത്തില്ല, പക്ഷേ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടുന്നതോടെ അതിൻ്റെ പൊസിഷൻ മാറുന്നതാണ് ആദ്യത്തെ 7 വാക്യങ്ങളിൽ കാണുന്നത്. ആ നഷ്ടപ്പെട്ട ആടിനെ അവൻ തോളിലെടുത്തു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടതിനെ കർത്താവ് മടക്കി തരുമ്പോൾ ഇന്നലകളിൽ കാണാത്ത ഒരു ഉയർച്ച
ഇന്ന് ചിലവരുടെ മേളിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഇന്നലകളിൽ കാണാത്ത ഭയങ്കര മഹത്വം ഇന്ന് ചിലവരുടെ മേളിൽ ഇപ്പോൾ വെളിപ്പെട്ട് വരാൻ പോകുന്നു. എൻ്റെ കൂടെ അത് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. നഷ്ടപ്പെട്ടത് എന്തോ ഒന്ന് മടങ്ങി വരുമ്പോൾ നിന്റെ ഉയർച്ച ഇതാ നിന്റെ മേളിൽ ഒരു ഭയങ്കര തലമായി തുറന്നു വരികയാണ്. രണ്ടാമത്തത്, ഒരു ധർമ്മ നഷ്ടപ്പെട്ടു പോകുന്ന സ്ത്രീയാണ് കാണുന്നത്. 10 ധർമ്മയുള്ളവർ 1 നഷ്ടപ്പെടുമ്പോൾ ഇതാണ് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കുന്നതിനകത്ത് ഏറ്റവും വലിയ ആഴം. ഹല്ലേലൂയ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ 8ാമത്തെ വാക്യം നമ്മളൊന്ന് വായിക്കുകയാണ്. അല്ല, ഒരു സ്ത്രീക്ക് 10 ധർമ്മയുണ്ട് എന്നിരിക്കട്ടെ, ഒരു ധർമ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? നിങ്ങൾ ശ്രദ്ധിച്ചേ, നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ആഴം അവൾ വിളക്ക് കത്തിക്കുകയാണ്. ആ ഇരുട്ട് പിടിച്ച റൂമിൽ ഇനി എത്ര തപ്പിയാലും കിട്ടത്തില്ലെന്ന് പറയുന്ന ചിലത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നഷ്ടങ്ങളുടെ കാലം, കള്ളൻ വരുന്നത് അറുപ്പാനും മുടിപ്പാനും. കള്ളൻ വരുന്നത് രാത്രിയിലാണ്, ഇരുട്ടുള്ള സമയത്താണ്. പക്ഷെ വെളിച്ചം വെളിപ്പെട്ടാൽ കള്ളന് കയറാൻ പറ്റത്തില്ല. ആഴം വിശ്വസിക്കാൻ പറ്റുമ്പോൾ വിശ്വസിച്ചു. വചനമെന്ന വെളിച്ചം. 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. ആഴമായി വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 1:4 വചനത്തെക്കുറിച്ച് പറയുന്നത്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരെ വെളിച്ചമായിരുന്നു. വചനം ഒരാളെ അകത്തോട്ട് കയറിയാൽ അവൻ്റെ പാത തുറക്കുന്നത് പോലെയാണ്. അവൻ്റെ മേളിൽ വെളിച്ചം വെളിപ്പെട്ട് വരികയാണ്. ആഴം ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഇതാ ഇവൾ വിളക്ക് കത്തിച്ചെന്ന് പറഞ്ഞാൽ ഇവൾ വചനത്തിൻ്റെ മുമ്പിൽ ഇരുന്നു എന്ന് കാണാൻ പറ്റും. ഇവൾ യേശുവിനെ ആശ്രയിച്ചു എന്ന് കാണാൻ പറ്റും. ആഴം ശ്രദ്ധിക്കാമെങ്കിൽ ഇപ്പോൾ തന്നെ ചിലവരെ ഇരുട്ട് മാറാൻ പോകുന്നു. ഈ വചന സന്ദേശത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ ചിലവരെ നോക്കി പ്രവചിക്കുന്നു, നിന്റെ ഇരുട്ടിൻ്റെ സമയം തീരുകയാണ്. ഇതാ നീ ചിലതിനെ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവൾ വിളക്ക് കത്തിച്ചു. അടുത്തത് അവൾ അടിച്ചു വാരി എന്ന് എഴുതിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു വിശുദ്ധിയിലേക്ക് അവൾ മടങ്ങി വരികയാണ്. ആഴം സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. ഇപ്പോൾ സമർപ്പിക്കാൻ പറ്റുന്നവരെ സമർപ്പിച്ചോ. നിന്റെ ജീവിതത്തിൽ ഒരു വിശുദ്ധിയുടെ അനുഭവം സംഭവിക്കട്ടെ. നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ. രണ്ടാമത്തെ ഉപമയിൽ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കുന്നതിൻ്റെ ആഴം കാണാം. മൂന്നാമത്തത് അറിയാൻ നമുക്ക് മനസ്സിലാകും. 11 മുതൽ 32 വരെയുള്ള എൻ്റെ അറിവിൽ ബൈബിളിലെ ഏറ്റവും വലിയ ഉപമകളിൽ ചലിക്കാൻ പറ്റുന്ന ഒരു ഉപമയാണ് 11 മുതൽ 32 വരെ 21 വാക്യങ്ങളുള്ള ഉപമ. അതിനകത്തൊരു പിതാവും 2 മക്കളെയാണ് കാണിക്കുന്നത്. ഇളയ മകൻ പിതാവിൽ നിന്ന് തനിക്ക് കിട്ടേണ്ട സ്വത്തിനെല്ലാം വാങ്ങിച്ചവൻ ദൂരദേശത്തേക്ക് പോവുകയാണ്. അവരുടെ ക്ഷാമത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ നിൽക്കുമ്പോൾ അവനൊരു ബോധ്യമുണ്ടാകുന്നു. അതിൻ്റെ ആ വാക്യം മാത്രം നമ്മളൊന്ന് വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 17-ാമത്തെ വാക്യം. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. സുബോധം വന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മാനസാന്തരം വന്നു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നഷ്ടങ്ങളെ തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ആഴങ്ങളിലൊന്നാണ് മാനസാന്തരം. ഒരാൾ ദൈവത്തിലേക്ക് മടങ്ങി വരികയാണ്. മടങ്ങി വന്നാൽ ഇവൻ കടബാധ്യതയിലായതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ അവൻ പിതാവിൽ നിന്ന് അകന്നു പോയെന്നുള്ളതാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമോ? പിതാവിൽ നിന്ന് അകന്നു പോകുന്ന, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന സമയത്തിൽ നിന്ന് അവൻ സുബോധം വന്ന് മടങ്ങി വരുമ്പോൾ അന്നേരം മുതൽ അവൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളുടെ സീസൺ മാറി കയറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. അവൻ്റെ ജീവിതത്തിനകത്ത് പുത്തൻ പുതപ്പ് കൊണ്ടുവരുന്നത് കാണാൻ പറ്റും. അധികാരത്തിൻ്റെ മോതിരം വരികയാണ്. ആഹാരത്തിൻ്റെ നില മാറുകയാണ്. അവൻ്റെ നഷ്ടം ലാഭമായി മാറുകയാണ്. ആഴമുണ്ടെങ്കിൽ വിശ്വസിച്ചോ. നിന്റെ ജീവിതത്തിനകത്ത് ചിലത് നീ തിരിഞ്ഞ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നാൽ ഇപ്പോൾ ഒരു അത്ഭുതം സംഭവിക്കാൻ പോയി. നിന്റെ കടബാധ്യത തീരുന്നു. 91-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം നിന്റെ ജീവിതത്തിനകത്ത് വലിയ സാധ്യതയായി തീരട്ടെ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. കർത്താവിനോടൊന്ന് പറ്റിയിരിക്കാൻ പറ്റുമെങ്കിൽ ഈ ദിവസങ്ങളിൽ വലിയ ദൈവപ്രവർത്തി, വലിയ ദൈവത്തിൻ്റെ കരം നിന്റെ മേളിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നു. ഒന്നാത്മാവിൽ ഒന്നുകൂടെ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നവർ സ്തുതിച്ചാട്ടെ. ഇപ്പോൾ നമുക്ക് നഷ്ടങ്ങളിൽ മാത്രം വിട്ടുകളയുന്ന ഒരു ദൈവത്തെയല്ല, നഷ്ടത്തെ ലാഭമാക്കുന്ന, നഷ്ടത്തിൽ നിന്ന് തിരിച്ചു പിടിക്കുന്ന, നഷ്ടങ്ങളെ മടക്കി തരുന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഈ 15-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. അങ്ങനെ ഉണ്ടെങ്കിൽ ചിലരെ നോക്കി ഞാൻ ദൂത് കൈമാറുകയാണ്. എവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചത്? സാത്താനാണോ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കിയത്? അതോ മനുഷ്യനാലാണോ നിങ്ങൾ കളിപ്പിക്കപ്പെട്ടത്? അതോ സുവിശേഷ നിമിത്തമാണോ എല്ലാം നഷ്ടപ്പെട്ടത്? ആരോ പറയുന്നു ദൈവത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ നഷ്ടങ്ങളിലാണ് നിൽക്കുന്നത്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു അതിശയം സംഭവിക്കാൻ പോവുകയാണ്. ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി
മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു. ഇതാ യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും ഇരട്ടിയായി ദൈവം മടക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ, എൻ്റെ ഭാഷയിൽ സാത്താനാണ് ഈ മുമ്പേ ഉണ്ടായിരുന്നതെല്ലാം കൊണ്ടുപോയത്. സാത്താൻ കൊണ്ടുപോയതെല്ലാം, ശത്രു കൊണ്ടുപോയതെല്ലാം ദൈവം ഇരട്ടിയായി മടക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ 3 ചിന്തകളിൽ ഒന്നാമത്തത്, സാത്താൻ കൊണ്ടുപോയത് ദൈവം ഇരട്ടിയായി മടക്കി തരും. ആത്മാവിൽ നിന്ന് ക്ലെയിം ചെയ്ത് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇപ്പോൾ ചിലവർ ജീവിതത്തിനകത്ത് ഇരട്ടി നന്മകൾ വരികയാണ്. രണ്ടാമത്തെ ചിന്ത, ഇതാ മനുഷ്യൻ കൊണ്ടുപോയത് 4 ഇരട്ടിയായി ക്ലെയിം ചെയ്യാൻ പറ്റുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. കളിപ്പിക്കപ്പെട്ടു പോയവർ, നഷ്ടപ്പെട്ടു പോയ ചിലവർ ജീവിതത്തിനകത്ത് ഇതാ വലിയ മടങ്ങി വരവിൻ്റെ സീസൺ തുറക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. സഖായിയോ നിന്ന് കർത്താവിനോട്, കർത്താവെ, എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടങ്ങിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഇതാ സഖായി നിന്നുകൊണ്ട് കർത്താവിനോട് പറയുകയാണ്, ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കാം. എന്നെ കേൾക്കുന്നവരെ, ജീവിതത്തിനകത്ത് സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ട് തലമുറയുടെ വിഷയത്തിനകത്തൊക്കെ കളിപ്പിക്കപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതാ 4 മടങ്ങ് ദൈവം നിനക്ക് മടക്കി തരാൻ പോകും. നിൻ്റെ ജീവിതത്തിനകത്ത് ഒരസാധാരണമായ ദൈവപ്രവൃത്തി ഇപ്പോൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ നിൻ്റെ മുന്നിൽ അത് മടങ്ങി വരാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഒന്ന് ക്ലെയിം ചെയ്ത്, കർത്താവെ, ഈ വചനത്തിന് ശക്തി ഉള്ളതിനാൽ എൻ്റെ മേളിൽ ചിലത് മടങ്ങി വരാൻ പോകുന്നതിനായി സ്തോത്രം. ഞാൻ കളിപ്പിക്കപ്പെട്ട മേഖലകളിൽ എവിടേക്കോ ഇനി മാർഗമില്ലെന്ന് പറഞ്ഞുകൊണ്ട് സാമ്പത്തികമായിട്ട്, ശാരീരികമായിട്ട്, മാനസികമായിട്ടൊക്കെ ശത്രു കവർന്നുകൊണ്ടുപോയി മാനുഷിക നിലയിൽ പോയതെല്ലാം ദൈവം 4 മടങ്ങ് മടക്കി കൊണ്ടുവരാൻ പോകുക. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും നഷ്ടമാക്കി എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഞാനിത് പറയുമ്പോൾ ആഴം കേൾക്കണമേ. വീട്ടിൽ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നവർ, ആ മതപരമായിട്ട് അല്ലെങ്കിൽ ആ മാർഗത്തിൽ നിന്ന് ഒറ്റയ്ക്ക് ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് എല്ലാം നഷ്ടമായി പോയെന്ന് പറയുന്ന ചിലവരുടെ ജീവിതത്തിനകത്ത് ദൈവം 100 മടങ്ങ് ദൈവം മടക്കി തരാൻ പോവുകയാണ്. മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 28, 29, 30 വാക്യങ്ങൾ. പത്രോസ് അവനോട്, ഇതാ ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. 29-ാമത്തെ വാക്യം. അതിന് യേശു, എൻ്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ, 30-ാമത്തെ വാക്യം, ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകളും സഹോദരന്മാരെയും സഹോദരിമാരെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്ത് നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഈ വചനത്തിൻ്റെ ഏറ്റവും വലിയ ആഴം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഈ വചനത്തിനകത്ത് കർത്താവിന് വേണ്ടി എന്തെങ്കിലും നഷ്ടമായെന്ന് പറയുന്നതിലുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കര ഉയർത്തിപ്പിടിച്ചോ. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നത് നിന്നെ ആ പട്ടണത്തിൽ മാനിക്കാൻ, ആ ഭവനത്തിൽ മാനിക്കാൻ, ആ ബന്ധുക്കാരുടെ നടുവിൽ ഉയർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നൊന്ന് ഉണരണം. 100 മടങ്ങ് നിനക്ക് വേണ്ടി ദൈവം മടക്കി തരാൻ പോകുന്നു. നിത്യജീവൻ നിന്റെ അവകാശമാണ്. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ കാര്യം സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ ഈ പദം പറയുമ്പോൾ ചിലവർ തിരിച്ചറിയേണ്ടത്, നമ്മൾ ഈ സാഹചര്യത്തോട് അങ്ങ് ചേരുന്നവരാണ്. യേശു 38 വർഷമായി കുളക്കടവിൽ കിടക്കുന്നതിനോട് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്നതിൻ്റെ ആഴം നാം തിരിച്ചറിഞ്ഞാൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കും. കാരണം അവനിപ്പോൾ ആ സാഹചര്യത്തോട് ചേർന്നോ ഇല്ലയോ നമുക്കറിയത്തില്ല. ഇതേപോലെ കൈക്ക് സ്വാധീനമില്ലാത്തവർ കാലുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ വർഷങ്ങൾ കഴിയുമ്പോൾ ചിലവർ ആ സാഹചര്യത്തോട് ചേരും. ദൈവത്തെ പഴിച്ചുകൊണ്ട് ഇനിയൊന്നും നടക്കത്തില്ലായിരിക്കും, ഇനിയൊന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും ഒന്ന് ഉണരാൻ പറ്റുമെങ്കിൽ, വീണ്ടും ഒന്ന് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുമെങ്കിൽ ഈ ദിവസങ്ങളിൽ നിന്റെ സൗഖ്യം നടക്കുന്നത് നീ കാണും. ഈ ദിവസങ്ങളിൽ വലിയ ദൈവപ്രവർത്തി നടക്കുന്നത് നീ കാണാൻ പോകുക. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? നമ്മുടെ നാവിന് ഭയങ്കര അധികാരമാണ്. മരണവും ജീവനും നമ്മുടെ നാവിൻ്റെ അധികാരത്തിലായിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മലയോട് കൽപ്പിച്ചാൽ അത് നീങ്ങും, കാട്ടത്തിയോട് കൽപ്പിച്ചാൽ അത് വേരോടെ പിഴുത് കടലിൽ പോയി ചാടുന്നത് കാണാൻ കഴിയും. ആത്മാവിൽ നിന്റെ നാവിന് അധികാരം ഉണ്ടെങ്കിൽ മടക്കി തരിക എന്ന് നീ പറയണം. ഞാനൊരു വാക്യം നിങ്ങളോട് ആഴമായി സംസാരിക്കുകയാണ്. യെശയ്യാവ് 42-ാം അധ്യായം. എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയ ഒരു ജനമാകുന്നു. അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടുമിരിക്കുന്നു. അവർ കവർച്ചയായിപ്പോയി, ആരും വിടുവിക്കുന്നില്ല. അവർ കൊള്ളയായിപ്പോയി, മടക്കി തരിക എന്ന് ആരും പറയുന്നതുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. മോഷ്ടിച്ചും കവർച്ചയായിപ്പോയ ജനം, അതേപോലെ തന്നെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവർ, കളിപ്പിക്കപ്പെട്ടു പോയവർ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. മോഷ്ടിക്കപ്പെട്ടു പോയവർ, കവർച്ചയായി പോയവർ, ഈ തലങ്ങളെല്ലാം പറയുമ്പോൾ എല്ലാം നഷ്ടങ്ങളുടെ കാര്യമാണ്. അടുത്തത് വാണിയാണ്
കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. കാരാഗ്രഹം എന്ന് പറയുന്നത് ഇത്ര സമയം പറഞ്ഞുകൊണ്ടാണ്, ഇത്ര വർഷം പറഞ്ഞുകൊണ്ട്, ഇത്ര നാൾ പറഞ്ഞുകൊണ്ടാണ് ചിലവരെ കാരാഗ്രഹത്തിൽ അടയ്ക്കുക. ഇതേപോലെ ശത്രു നിന്നെ കാരാഗ്രഹത്തിൽ അടച്ചേക്കുന്നെങ്കിൽ ആ വചനത്തിൻ്റെ അവസാനം പറയുന്നു, മടക്കി തരിക എന്നാരും പറയുന്നില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ദൈവീകമായ അധികാരം നിങ്ങളിലുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയണം, എൻ്റെ ദൈവം സകലതും മടക്കി തരുന്നവരാണ്. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്ക്. ഒരു മടങ്ങി വരുന്നതിൻ്റെ മേളിൽ ചലിക്കാൻ പോവുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മടക്കി തരുന്ന ദൈവത്തിൻ്റെ കരം ഇപ്പോൾ ഈ മക്കളുടെ മേളിൽ ചലിക്കുകയാണ്. ദൈവകൃപ വ്യാപരിക്കുകയാണ്. യേശുവേ, തിരുരക്തത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുതം ഈ മക്കൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരട്ടെ. ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. കർത്താവേ, ഒരത്ഭുതം ദൈവം ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുത വിടുതലിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കരം ചലിച്ചനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഈ മക്കൾക്ക് വേണ്ടി അത് വെളിപ്പെടുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ കരം വെളിപ്പെടുന്നതിനായി സ്തോത്രം. സകല നന്മയും മടങ്ങി വരട്ടെ. ദൈവപ്രവൃത്തി മടങ്ങി വരട്ടെ. ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചതിനെ തുറക്കുന്നു. സ്വർഗം അത് ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചന സന്ദേശവും പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ വേഗത്തിൽ തന്നെ വിളിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥന വിഷയം സാക്ഷ്യവും അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതേ നിലയിൽ തന്നെ യൂട്യൂബിലേക്ക് നിങ്ങൾ കടന്നു വരാൻ പറ്റുമെങ്കിൽ കടന്നു വരണമേ. പാസ്റ്റർ റോയ് ഹെൻറി എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതേപോലെ തന്നെ എല്ലാ ദിവസവും സൂമിൽ നമുക്ക് ആരാധന നടക്കുന്നു. നിങ്ങളെ ക്ഷണിക്കുന്നു. അതേപോലെ തന്നെ കൊല്ലത്ത്, തിരുവനന്തപുരത്ത്, എറണാകുളത്ത്, കുണ്ട്ര, തൃശ്ശൂരിലൊക്കെ നമ്മുടെ ആരാധന നടക്കുന്നുണ്ട്. എവിടെ നിന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്? ഒരാരാധനയ്ക്ക് ഈ ദിവസങ്ങളിൽ വരുവാൻ നിങ്ങൾ തയ്യാറാകണം. ദൈവത്തിൻ്റെ പ്രവൃത്തി ചലിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി അധികമായി വെളിപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ.